ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടി ആദ്യമായിട്ട് നഴ്സറി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ചിലപ്പോൾ നഴ്സറി പോയതിൻ്റെ പിറ്റത്തെ ദിവസമായിരിക്കും കാണുന്നുണ്ടാവുക കേട്ടോ. അവർക്ക് എല്ലായിടത്തും മെയ് 30 അംഗനവാടി ഓപ്പണിംഗ് ആണ്. അപ്പം ഞാൻ ഈ വീഡിയോ ചിലപ്പോൾ 31 ഇടുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ഭയങ്കര ഉത്സാഹത്തോടെയൊക്കെയാണ് ആൾ പോണത് കേട്ടോ. എനിക്കറിയില്ല എന്തായിരിക്കും എന്ന്. എനിക്കൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ നഴ്സറിയിലെത്തി. ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, കുറച്ച് അങ്ങോട്ട് പോയാൽ മതി കേട്ടോ. ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ, പുതിയ കുട്ടികളൊക്കെ. അങ്ങനെ ആൾ ഭയങ്കര ഉത്സാഹത്തിൽ ആദ്യമേ കയറി പോകുമ്പം തന്നെ അവർ ബലൂണും പിന്നെ ഇത് തലയിൽ ഇങ്ങനെ കിരീടം പോലെ വെക്കാനുള്ള പ്രവേശനോത്സവത്തിൻ്റെ ഒരു കാർഡൊക്കെ വെച്ചിട്ടുള്ള ഇതുണ്ട് കേട്ടോ. ആൾ 2 ബലൂണൊക്കെ വെച്ചിട്ട് കുട്ടികളൊപ്പം കളിക്കുകയാണ്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ആളവിടെ സെറ്റായി എന്ന് എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ എന്താവും അറിയില്ല. ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഞാൻ. അപ്പോൾ ആളിവിടെ ഭയങ്കര നല്ല കുട്ടിയായിട്ട് കയറി ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് കുട്ടികളുണ്ട്. പിന്നെ പുതിയ കുട്ടികൾക്ക് അവർ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പഴയ കുട്ടികൾക്ക് അവരുടെ തന്നെ ഫോട്ടോ വെച്ച ട്രോഫിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികളും അവരുടെ അമ്മമാരും പഴയ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പഴയ കുട്ടികൾ ഫോട്ടോ വെച്ച ട്രോഫികളൊക്കെ കേട്ടോ. ഇതൊക്കെ അവർക്ക് കൊടുക്കാനാണ്. അതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് വേറെയും ഗിഫ്റ്റുകളുണ്ട് കേട്ടോ. ഒരുപാട് അമ്മമാരും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് എൻ്റെ കുട്ടിയുടെ ഓരോ കളികളൊക്കെ കണ്ടിട്ടാ. കാരണം ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല അവൾ കരയും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം പെട്ടെന്ന് പോകുമ്പോൾ കുട്ടികൾ കരയാനായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവൾ എല്ലാ കുട്ടികളുമായിട്ട് സെറ്റായി അങ്ങനെ കരയാണ്ടൊക്കെ ബലൂണൊക്കെ പിടിച്ചത് കൊണ്ട് നിൽക്കുകയാണ്. കാരണം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികളെയും ബലൂണുകളെയൊക്കെ കണ്ടിട്ടാവും. അപ്പം നല്ല എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളോടൊക്കെയാണ് അവൾ നിന്നിട്ടുണ്ടായിരുന്നത്. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഈ ഗിഫ്റ്റുകളൊക്കെ സ്പോൺസർ ചെയ്ത ആൾക്കാർ തന്നെയാണ് അവർക്ക് അത് കൊടുക്കുന്നതും. അപ്പോൾ ഓരോ കുട്ടികളുടെ പേര് വിളിച്ചിട്ട് ആദ്യം അവർ കൊടുത്തത് പുതുതായിട്ട് ചേർന്ന കുട്ടികൾക്കാണ് ഗിഫ്റ്റുകളാണ്. അപ്പോൾ അവർ ഓരോ കുട്ടികളുടെ പേര് വിളിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ അവർ ഫോട്ടോയും എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കുട്ടികളുടെ പേര് വിളിച്ചിട്ട് അവർ ഫോട്ടോയൊക്കെ എടുപ്പിച്ചിട്ടൊക്കെയാണ് വിടുന്നത്. അങ്ങനെ ഓരോ കുട്ടികളും വന്ന് ഗിഫ്റ്റൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. എല്ലാ കുട്ടികളും നല്ല മടിയൊക്കെ കൂടാണ്ട് കരയാണ്ടൊക്കെയാണ് ഗിഫ്റ്റുകളൊക്കെ മേടിക്കുന്നത് കേട്ടോ. കാരണം ഞാൻ എല്ലായിടത്തും കണ്ടിട്ടുള്ളത് കുട്ടികളൊക്കെ കരഞ്ഞ് വിളിച്ചിട്ടൊക്കെയാണ് നഴ്സറി പോണതൊക്കെയാണ്. പക്ഷേ എന്താ അറിയില്ല, ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര മാറി